സംസ്ഥാനത്ത് സ്വർണ്ണവില താഴേക്ക് വീഴുന്നു. ഇത് റെക്കോർഡ് വിലക്കയറ്റത്തിൽ നിന്നുള്ള ആശ്വാസം. ഇന്ന് ഒരു പവന് 86,560 രൂപയാണ് വില. 1 ഗ്രാം സ്വർണ്ണവില 10,820 രൂപയാണ്. എന്റെ പൊന്നെ, ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? പണ്ടുകാലത്ത് എപ്പോഴും പറയുന്നൊരു വാക്കാണ് സ്വർണത്തിനൊക്കെ എന്താ വില എന്ന്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഓരോ മണിക്കൂറും നമ്മൾ ചോദിക്കുകയാണ്. സ്വർണത്തിന്റെ പോക്ക് അങ്ങനെയാണ്. കുതിച്ചു പാഞ്ഞ് 90,000 കടക്കുമെന്ന നിലയിൽ നിന്ന് താഴോട്ട് എത്തുന്നുണ്ടെങ്കിലും വലിയ ആശ്വാസത്തിന് വകയില്ല. ഒരു ഘട്ടത്തിൽ പവന് 90,000 രൂപയിലെത്തുമെന്ന് തോന്നിച്ചിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും കുറയുന്ന കാഴ്ചയുമുണ്ട്. ആശങ്കകൾക്ക് വിരാമമിട്ട് ഇന്നും സ്വർണ്ണവില താഴേക്ക് വീഴുന്നു. റെക്കോർഡ് വിലക്കയറ്റത്തിൽ നിന്നാണ് ഈ സ്വർണം ഇടിയുന്നത്. ഇത് സാധാരണക്കാർക്കും ആഭരണ പ്രേമികൾക്കും ആശ്വാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ ഇന്ന് വില കുറഞ്ഞതോടെ വാങ്ങാനുള്ള താല്പര്യം വർദ്ധിക്കും. തുടർച്ചയായ ദിവസങ്ങളിലായി സ്വർണ്ണവില ഓരോ ദിവസവും 2 തവണ മാറിമറിയുന്ന ട്രെൻഡ് ഇപ്പോൾ അടുത്തിടെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വില ഉയർന്നു താഴ്ന്നു വരുമ്പോൾ വലിയ ആശങ്കകളും ബാക്കിയാവുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ വ്യാപാരികളാണ് കഷ്ടപ്പെടുന്നത്. അതെ, അവർക്കെന്താണ് പറയാനുള്ളതെന്ന് സ്വർണ്ണ വ്യാപാരി അരുൺ മർക്കോസ് തന്നെ പറയും. സ്വർണ്ണ വ്യാപാരം സ്വർണ്ണക്കടകളിൽ വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്വർണ്ണ വില ഓരോ ദിവസവും പ്രവചനാതീതമായ രീതിയിൽ കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് തന്നെ രാവിലത്തെ മാർക്കറ്റ് സ്വർണ്ണവില 60 രൂപയോളം കുറഞ്ഞ് ഇന്നലത്തെ 10,880 ഗ്രാമിന് വിലയെങ്കിൽ അത് രാവിലെ കുറഞ്ഞിട്ട് 10,820 എന്ന നിലയിലേക്ക് സ്വർണ്ണവില എത്തിയിരുന്നു. അതിപ്പോൾ ഉച്ച കഴിഞ്ഞ് 1:30 അടുപ്പിച്ച് സ്വർണ്ണവില വീണ്ടും വ്യത്യാസം വന്ന് 45 രൂപ വർദ്ധിച്ച് 10,865 എന്ന നിലയിലേക്ക് സ്വർണ്ണവില ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻ സ്വർണ്ണ വിപണിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആളുകൾ വിൽക്കാനുള്ളവരാണെങ്കിലും വാങ്ങാനുള്ളവരാണെങ്കിലും വലിയൊരു ആശങ്കയിലൂടെയാണ് അവർ സ്വർണ്ണ വിലയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വില കൂടുമോ കുറയുമോ, എങ്ങനെയാണ് അതിനകത്തൊരു വ്യത്യാസം വരുന്നത് എന്നുള്ള ഒരു ചിന്താക്കുഴപ്പം കാരണം ആളുകൾ ജ്വല്ലറിയിലേക്ക് എത്തുന്നതിൽ നിന്ന് മടിക്കുന്നുണ്ട്. ആളുകൾ വിപണി നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ദിനംപ്രതിയുള്ള പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം ഈ സ്വർണ്ണവിലയെ സംബന്ധിച്ചുള്ള ഈ അഭ്യൂഹങ്ങളും പലതരത്തിൽ കൂടും, വലുതായി വർദ്ധിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കുറയും എന്നുള്ള തരത്തിലുള്ള മാധ്യമ വാർത്തകളും സോഷ്യൽ മീഡിയ വാർത്തകളും ഒക്കെ കണ്ടിട്ട് ആളുകൾ സ്വർണ്ണ വ്യാപാരശാലകളിലേക്ക് എത്താൻ മടിക്കുന്നു. അത് ശരിക്കും സ്വർണ്ണ വ്യാപാരികൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ചെറുകിട ആളുകളൊക്കെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. സ്വർണ്ണവില വർധനവ് അവർക്ക് മുതലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് സ്വർണത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് വില കുതിക്കുന്നതിന്റെ പ്രധാന കാരണമാകുമ്പോൾ ഓരോ കടകളും ഇപ്പോൾ കാലിയാകുന്ന അവസ്ഥ തന്നെയാണ്. മറ്റേതെങ്കിലും ബിസിനസ്സിലേക്ക് പോലും ചിന്തിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് വ്യാപാരികൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും വില ഉയർന്ന് 88,000 രൂപയ്ക്ക് അരികിലെത്തിയിരുന്നു. അവിടെ നിന്നാണ് സ്വർണ്ണവില താഴേക്ക് ഇടിയുന്നത്. കുറവ് രേഖപ്പെടുത്തിയെങ്കിലും സ്വർണ്ണവില നിലവിൽ ഉയർന്ന നിരക്കിൽ തന്നെയാണ്. വില കുറയുമ്പോൾ സ്വർണം വാങ്ങാമെന്ന പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. ഇന്ന് പവന് 480 രൂപ കുറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പവന് 880 രൂപ കുറഞ്ഞു. അമേരിക്കയിലെ ചലനങ്ങളാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളും സംഭവിക്കുകയാണ്. എന്നാൽ ഈ വിലക്കുറവ് താൽക്കാലികം മാത്രമായിരിക്കുമെന്നും സ്വർണ്ണ വ്യാപാരി പറയുന്നു. സ്വർണ്ണവിലയുടെ നമ്മൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിലവിലുള്ള മാർക്കറ്റ് സ്റ്റഡി പ്രകാരം ഇപ്പോൾ 3,850 മുകളിലാണ് സ്വർണ്ണ മൂല്യത്തിൻ്റെ മൂല്യം. അതായത് ഒരു ഡോളർ റേറ്റ് ഒരു ഔൺസിന് 3,853 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അത് ഒരു പക്ഷേ $4,000 കടന്നേക്കാം എന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഈ 4,000 എന്നുള്ള ഒരു നമ്പറിലേക്ക് എത്തുകയാണെങ്കിൽ സ്വർണ്ണവില പവന് 1 ലക്ഷം കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ളൊരു സാധ്യതയും മുന്നിലുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ 4,000 എത്തിയാൽ അതിനുശേഷം സ്വർണ്ണവില ചിലപ്പോൾ താഴേക്ക് കുറച്ച് കുറഞ്ഞ് ഒരു $3,500 എത്തി നിൽക്കാൻ
ഉള്ള ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. അപ്പോൾ ആ $3,500 എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ 9,000 രൂപയോടടുത്ത് അല്ലെങ്കിൽ 9,000 തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ സ്വർണ്ണവില എത്തുന്ന ഒരു സാഹചര്യവും വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു ഉറപ്പോ ഒരു കാര്യങ്ങളുമില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ അസസ്മെൻറ്റും മാർക്കറ്റ് സ്റ്റഡിയിലൂടെയൊക്കെ പല സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിനെയൊക്കെ നിലവിൽ ഇതുവരെ ഉണ്ടായേക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള പഠനങ്ങളെ എല്ലാം പാടെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നത്. അതുകൊണ്ട് മുന്നോട്ടും സ്വർണ്ണവില വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ കാണുന്നത്. വിലയിൽ കുറവുണ്ടായാൽ തന്നെ നേരിയ കുറവുകൾ ഉണ്ടായി അതിനുശേഷം അവിടെ സ്റ്റഡിയായിട്ടൊന്ന് വീണ്ടും പടിപടിയായി മുകളിലേക്ക് കയറുന്ന ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. 1 ഗ്രാമിന് ഇന്ന് 60 രൂപ കുറഞ്ഞ് 10,820 രൂപയായി. പവന് 480 രൂപ കുറഞ്ഞ് 86,560 രൂപയുമായി. ഇന്നത്തെ വിലപ്രകാരം 10 ഗ്രാം സ്വർണം വാങ്ങാൻ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ഇന്നത്തെ വിലപ്രകാരം 10 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ വില നൽകണം. 24 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 11,804 രൂപയും പവന് 94,432 രൂപയുമാവുകയാണ്. 18 ക്യാരറ്റിന് 1 ഗ്രാമിന് 8,853 രൂപയും പവന് 71,824 രൂപയുമാണ്. രാജ്യാന്തര സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടായെങ്കിലും ലാഭമെടുപ്പ് കാരണം വില ഇടിയുകയാണ്. ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.